അഡിക്റ്റഡ് ആണ്. നാട്ടിൽ പോയി ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തെക്കുറിച്ച്. എത്രയോ ചെറുപ്പക്കാരെ പി കെ ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സത്യം അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് പി കെ ഫിറോസ് തന്റെ സഹോദരനെതിരായി എക്സൈസിലോ പോലീസിലോ പരാതിപ്പെട്ടില്ല? അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? മയക്കുമരുന്നിനെതിരായി മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്യാമ്പയിൻ വലിയ തോതിൽ ആരംഭിച്ചു. വലിയ പ്രചാരം അതിന് കിട്ടി. ആ ക്യാമ്പയിൻ തീരുമാനിച്ച ഘട്ടത്തിലെങ്കിലും ഇതാ തന്റെ സഹോദരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു വർഷങ്ങളായിട്ട്. എനിക്കറിയാമത്. കാരണം ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരുന്നു. ഇപ്പോഴല്ലേ ഫിറോസ് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത്. എന്തുകൊണ്ട് ആ കാര്യം പോലീസിനെ അദ്ദേഹം അറിയിച്ചില്ല? അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടും ഒരു വസ്തുത മറച്ചു വെച്ചു. അത് തെറ്റാണ്. ഒരു മയക്കുമരുന്ന് കാരിയർ തന്റെ വീട്ടിലുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലായിട്ടും അത് അധികൃതരോട് പറയാതെ മറച്ചു വെച്ചു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കാമല്ലോ. എന്തേ അദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ല? പറയേണ്ട ആളായിരുന്നില്ലേ? മതവും ദീനും വിശ്വാസവും ഖുർആനിലെ ഉദ്ധരണികളും യഥേഷ്ടം ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിൽ സ്വന്തം കാൽച്ചുവട്ടിൽ ഒരു മയക്കുമരുന്നിന്റെ അഡിക്റ്റ് ഉണ്ടായിട്ട് ആ വിവരം സമൂഹവുമായി പങ്കുവെക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അതിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. പി കെ ഫിറോസിന്റെ സഹോദരൻ ബുജൈർ ഒരു നിഗൂഢമായ ജീവിതം നയിക്കുന്നയാളാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ പോകാറുണ്ട്, കാശ്മീരിൽ പോകാറുണ്ട്. ഈ യാത്രകളെ സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കണം. കാരണം ബാംഗ്ലൂരിൽ നിന്നാണ് ഏറ്റവും അധികം മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുന്നത്. പി കെ ഫിറോസ് തന്നെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കോപ്പിയാണിത്. 28 ഫെബ്രുവരിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രയും മയക്കുമരുന്നുകൾ വരുന്നത്? മയക്കുമരുന്നിന്റെ വൻ ഒഴുക്ക് എന്തുകൊണ്ടാണ് തടയാൻ കഴിയാത്തത്? മയക്കുമരുന്ന് ലോബിയെ സഹായിക്കുന്നവർ കപ്പലിൽ തന്നെ അല്ലേ ഉള്ളത്? കപ്പലിലല്ല, സ്വന്തം വീട്ടിലാണ് ഈ ലോബി സ്വൈരവിഹാരം നടത്തുന്നത്. ഇതിന്റെ പ്രഭവ കേന്ദ്രം തന്റെ വീടാണെന്ന് തന്റെ സഹോദരനിലൂടെയാണ് ആ മേഖലയിലുള്ള